ഹലോ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നെസ്റ്റോടൊക്കെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ശരവണ ഭവനിലാണ്. സോ ഇവിടെ പ്യുവർ വെജാണ് കേട്ടോ. അങ്ങനെ നമ്മളെത്തി, രാത്രി ടൈമിലാണ് എത്തിയത്. കയറുമ്പോൾ തന്നെ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളവിടേക്കൊന്നും നോക്കിയില്ല, നേരെ ചെന്നിരുന്ന് ഇവിടുത്തെ ആർട്സൊക്കെ ഒന്ന് നോക്കി. നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഇവന് മസാല ദോശ വേണമെന്ന് പറയുന്നുണ്ട്, പനീർ കറി വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഇവൻ്റെ പല്ലിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്നു. പല്ലിൻ്റെ ഭംഗിയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനും മസാല ദോശ എത്തിയിട്ടോ. ഉമ്മയും ഉണ്ണിയാണ് മസാല ദോശ ഓർഡർ ചെയ്തത്. ഞാനും ഉപ്പയും അസിരൊക്കെ പനീർ ബട്ടർ മസാലയും ബട്ടർ നാനാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അതെത്താൻ ഭയങ്കര ലാഗായിട്ടോ. മസാല ദോശയാണ് പെട്ടെന്ന് എത്തിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും മസാല ദോശ ടേസ്റ്റ് ചെയ്തു. മസാല ദോശ നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. സാമ്പാറിലും ചട്നിയിലും പിന്നെ ആ വടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ ഒരുവിധം കഴിയാനായപ്പോൾ ഒരു 2 പീസൊക്കെ കഴിച്ചുള്ളൂ കേട്ടോ. അവൻ്റെ ഒന്നും അങ്ങനെ എടുക്കാൻ സമ്മതിച്ചൊന്നുമില്ല. ഓക്കെ, ഞാൻ അവൻ്റെ തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ള പനീർ ബട്ടർ മസാലയും അതുപോലെ തന്നെ ബട്ടർ നാനൊക്കെ വന്നു. പിന്നെ കുറച്ച് പൊറാട്ടയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇട്ട് കഴിച്ചു. കുറച്ച് പനീർ ബട്ടർ മസാലയും ബട്ടർ നാനൊക്കെ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രീമി ടെക്സ്ചർ ആയിരുന്നു പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടായിരുന്നത്. ബട്ടർ നാനും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ അവൻ്റെ പൊറാട്ടയാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, മസാല ദോശയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.